നമസ്കാരം. മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു മുഖം തന്നെയാണ് കൊല്ലം സുധിയുടേത്. നിറഞ്ഞ ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ അല്ലെങ്കിൽ കോമഡി സ്കിറ്റുകളിലൂടെ അല്ലെങ്കിൽ ഹാസ്യ കഥാപാത്രമായി സിനിമകളിലൂടെയൊക്കെ വന്നപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു മുഖമായി പതിഞ്ഞ ഒരാൾ കൂടിയാണ് കൊല്ലം സുധി. 2023 ജൂൺ 5 തൃശ്ശൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ സുധി മരണപ്പെടുന്നത്. കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങി വരുമ്പോഴാണ് സുധിക്ക് അപകടമുണ്ടാകുന്നത്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം, വീടെന്നൊരാഗ്രഹം ബാക്കി വെച്ചിട്ടായിരുന്നു സുധിയുടെ മടക്കം. പല അവസരങ്ങളിലും ഒരു വീടിന് വേണ്ടിയുള്ള തൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ച് സുധി പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടുകൂടിയാണ് സുധിയുടെ വിയോഗശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് സ്വന്തമായൊരു വീടൊരുക്കാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ രംഗത്തെത്തിയത്. സുധിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കഴിഞ്ഞ ദിവസം സഫലമായത്. തൻ്റെ വീട് പാലുകാച്ചൽ ചടങ്ങും കഴിഞ്ഞു. തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു വീട് തൻ്റെ സുഹൃത്തുക്കളടക്കം നിന്നുകൊണ്ട് അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ചടങ്ങിന് പിന്നാലെ നിരവധി ചോദ്യങ്ങളാണ് രേണു നേരിടേണ്ടി വന്നത്. ആ ഒരു സന്തോഷ നിമിഷത്തിലും രേണുവിനെ ഏറെ വേദനിപ്പിച്ചത് ഇത്തരം ചോദ്യങ്ങൾ തന്നെയായിരുന്നു. സുധിയുടെ ആദ്യ വിവാഹത്തിലുള്ള മകനായ കിച്ചുവിനെ രേണു കൂടെ താമസിപ്പിക്കില്ലേ, രേണുവിൻ്റെ പേരിലാണോ വീട്, രേണു വീണ്ടും വിവാഹിതയാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയാണ് രേണു കേൾക്കേണ്ടി വന്നത്. ഇപ്പോഴത്തെ ഇതിനെല്ലാം മറുപടി നൽകിയാണ് രേണു. ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു രേണുവിൻ്റെ ഈ ഒരു മറുപടി വന്നത്. എല്ലാം സുധിച്ചേട്ടൻ്റെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം. സുധിച്ചേട്ടനെ എല്ലാവരും സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്തരമൊരു വീട് DC ഒരുക്കി തന്നത്. പാലുകാച്ചൽ മാത്രമാണ് ഞങ്ങൾ ചെയ്തത്, മറ്റൊരു ടെൻഷനും ഞങ്ങൾക്ക് ഉണ്ടായില്ല. സുധിച്ചേട്ടൻ ഇല്ല എന്നുള്ളത് ഒരു സങ്കടം തന്നെയാണ്. ചെറിയൊരു വീട് വയ്ക്കണമെന്നതായിരുന്നു സുധിച്ചേട്ടൻ്റെ എൻ്റെ ആഗ്രഹം. ചേട്ടൻ ഇല്ല എന്നുള്ളത് ഒരു വലിയ സങ്കടം തന്നെയാണ്. ചെറിയൊരു വീട് വയ്ക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. വീട് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. വീട്ടിലെ സാധനങ്ങൾ പലരും സ്പോൺസർ ചെയ്തതാണ്. അതാരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. സുധിച്ചേട്ടൻ്റെ ആത്മാവ് വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീട്ടിലേക്ക് കയറുന്ന ദിവസം സുധിച്ചേട്ടൻ്റെ കുടുംബം എല്ലാവരും വന്നിരുന്നു. അവർ കൊല്ലത്തായതുകൊണ്ടാണ് ഇടയ്ക്കിടെ വരാതിരിക്കുന്നത്. ഈ വീട് കിച്ചുവിൻ്റെയും റിതപ്പിൻ്റെയും പേരിലാണ്. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടു, കിച്ചുവിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടെന്നൊക്കെ. അതൊന്നുമല്ല സത്യം. എൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. അവൻ എൻ്റെ മൂത്ത മകനാണ്. അവനെ ഞാൻ എങ്ങനെയാണ് അടിച്ചിറക്കുക? കഴിഞ്ഞ ദിവസം പുറത്തു പോയപ്പോൾ ഒരു ചേച്ചി എൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞു, കിച്ചുവിനെ അടിച്ചിറക്കല്ലേ മോളെ എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. വാർത്ത കണ്ടെന്ന് പറഞ്ഞാണ് കരഞ്ഞത്. സ്വന്തം മക്കളെ ആരെങ്കിലും അടിച്ചിറക്കുമോ? ഞാൻ അങ്ങനെ ഒരാളല്ല. അവരുടെ പേരിലാണ് വീട്. ഇപ്പോൾ ആനിമേഷൻ VX കോഴ്സിന് ചേർന്ന് കൊല്ലത്താണ് കിച്ചു പഠിക്കുന്നത്. ഫ്ലവേഴ്സ് ചാനലാണ് പഠിപ്പിക്കുന്നത്. അഭിനയത്തോട് അവന് താല്പര്യമില്ല. സിനിമ ഫീൽഡാണ് താല്പര്യം. സിനിമയുടെ അണിയറയിൽ പ്രവർത്തിക്കാനാണ് ഇഷ്ടം. എൻ്റെ വിവാഹത്തെ കാര്യത്തെക്കുറിച്ചൊന്നും വീട്ടുകാർ നിർബന്ധിക്കുന്നില്ല. അവർക്ക് എന്നെ അറിയാം. എന്തായാലും ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. നാളെ എന്തായിരിക്കും എന്നത് ദൈവത്തിൻ്റെ കയ്യിലാണ്. സുധിച്ചേട്ടൻ്റെ ഓർമ്മകളാണ് എന്നെ മുന്നോട്ട് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഫ്ലവേഴ്സ് ചാനലുകാർ വീട്ടിലേക്ക് എത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ തിരക്കിലായിരുന്നു ചാനൽ പ്രവർത്തകർ. ലക്ഷ്മി എന്തുകൊണ്ടാണ് കയർ താമസത്തിന് വരാതിരുന്നതെന്ന് പലരും ചോദിച്ചു. ഓണത്തിന്റെ ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് ലക്ഷ്മിയും. ഇന്നലെയും വിളിച്ചിരുന്നു. മറ്റൊരു ദിവസം വരാമെന്ന് ഉറപ്പു പറഞ്ഞു. എല്ലാവരും പിന്നീട് ഒരു ദിവസം വരും എന്നാണ് രേണു പറഞ്ഞത്. അതേസമയം വേദനകളിൽ നിന്നും വിഷമതകളിൽ നിന്നും ജീവിതത്തിന്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാണ് രേണു. അഭിനയ രംഗത്തേക്ക് രേണു ചുവട് വെച്ചിരിക്കുകയാണ്. നാടകരംഗത്തേക്കാണ് രേണുവിന്റെ കടന്നുവരവ്. കൊച്ചിൻ സംഘമിത്രയുടെ ഇരട്ട നഗരം നാടകത്തിൽ കോളേജ് വിദ്യാർത്ഥിനിയായിട്ടാണ് രേണു അഭിനയത്തിന് ഹരിശ്രീ കുറിക്കുന്നത്. സിനിമയിലേക്കും അവസരം വരുന്നുണ്ടെന്നും രേണു പറഞ്ഞിരുന്നു.